യൂട്ടിലൈസേഷനൊക്കെ വളരെ കുറവാണ്. കിട്ടുന്ന ചാൻസ് ഓക്കെ. നമ്മളവിടെ കണ്ടായിരുന്നു ആ ഏരിയയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എട്ടാം തീയതി വേദാശ്രമത്തിൽ ഭാഷണം മരിച്ചു വേണ്ട അമ്മാവിൻ്റെ ഓർമ്മ അങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുന്നുള്ള ചെയ്യും. ഇവിടെ സാർ മാത്രം വരുള്ളൂ. അങ്ങനെ ആയിരുന്നു. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അതിങ്ങനെ ഒപ്പം കയറും. ഒരുപാട് ഫാൻസ് സെലിബ്രിറ്റി കഴിഞ്ഞ പിന്നെ ക്യാമറന്റെ മുമ്പിൽ ഞാനൊട്ടും ചെയ്യുന്ന ഭാര്യയെല്ലാം ക്രിസ് ചിരിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ ഞാൻ കൂടെ ഉള്ളതുകൊണ്ടാ ചിരിക്കാത്തത്. ഞാൻ കുറച്ച് മാറി നേരെ തിരിച്ചും കുറേ ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന മറ്റേ അതിലുപരി കമന്റ് ചെയ്യുന്ന കുറേ പാവം മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ മംഗളം നേരിട്ട് ഞാൻ പാട്ട് പാടിപ്പിച്ചു എന്നുള്ള അന്വേഷിച്ച് കുറേ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം അങ്ങനെ കമന്റ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്തോണ്ട് എല്ലാവരും വരുന്നവരെല്ലാവരും സ്നേഹമായിട്ട് തന്നെ സംസാരിക്കും. വെരി ഹാപ്പി. ആ ഫോണിന്റെ കവർ എല്ലാവരും ഫോട്ടോ ആണല്ലേ. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്തു പോയത്. അതായത് കല്യാണം മക്കളോട് അറിയിച്ച് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം അറിയിച്ച് അവരെ പുറത്ത് കൊണ്ടുപോയ ആദ്യത്തെ എക്സ്കർഷൻ പോയൊരു പിക്ചർ. അപ്പം അത് ഫോൺ കവർ ആക്കിയതും ഇപ്പോൾ എൻ്റെ വാച്ചിലുള്ളതൊക്കെ ആ ഒരു മെമ്മറി. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മെമ്മറി ആയിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാപ്പി മൂമെന്റ്. അപ്പോൾ ആദ്യം മോന് എന്താ വിളിക്കുന്നതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആദ്യം വരുമ്പോൾ അപ്പ മാമ അങ്ങനെയുള്ള ഇതൊന്നും മാറി പപ്പ